കോഴിക്കോട് ജില്ലയിലെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് ആയിട്ടുള്ള വയലടയിൽ ഈ കാണുന്ന ക്ലൗഡ്സ് ബേ റിസോർട്ടിന് തൊട്ടടുത്തായിട്ട് ആ കാണുന്ന കോട മൂടിയ മലനിരകളുടെയും നേരെ നോക്കിക്കഴിഞ്ഞാൽ കക്കയം ഡാം റിസർവോയറിന്റെ ഒക്കെ വ്യൂ ലഭിക്കുന്ന സൺറൈസിന്റെ നല്ല അടിപൊളി വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി പ്ലോട്ട്. 2.5 ഏക്കർ പ്ലോട്ടാണ്. അത് 1/2 ഏക്കർ മുതൽ 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കർ ഒക്കെ ആയിട്ട് 2.5 ഏക്കർ വരെയുള്ള പ്ലോട്ടുകളായിട്ട് മുറിച്ചു കൊടുക്കാൻ ഓണർ തയ്യാറായിട്ടുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് ഈ കക്കയം. ഈ ക്ലൗഡ്സ് ബേ റിസോർട്ട് നിൽക്കുന്ന ഈ സ്ഥലത്തുള്ള ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ക്ലൗഡ്സ് ബേ വയലാട ഈസ് എ പോപ്പുലർ ടൂറിസ്റ്റ് സ്പോട്ട് ആൻഡ് സ്റ്റേ ഓപ്ഷൻ ഇൻ ഫോഗി സീനിക് ഹിൽസ് ഓഫ് വയലാട എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് കോട മൂടിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് കാണുന്നത്. ഇപ്പോൾ ഏകദേശം 9 മണി 10 മണി ഏകദേശം ആയിട്ടുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും കോടയുടെ ഒരു സംഭവം ഒന്നും പോയിട്ടില്ല. ആ മലനിരകളൊക്കെ കോട കൊണ്ട് അടിപൊളിയായിട്ട് മൂടി കിടക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ സ്പോട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂ. ആ കാണുന്ന അടിപൊളി വ്യൂ ഉള്ള ഒരു അടിപൊളി പ്ലോട്ട്, റോഡ് ഫ്രണ്ടേജ്, കറണ്ട് സൗകര്യം, വെള്ള സൗകര്യം ഒക്കെ ഉള്ള ഈ പ്ലോട്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമ്മുടെ പ്രോപ്പർട്ടിക്ക് മുന്നിലുള്ള റോഡും കാര്യങ്ങളൊക്കെ കാണുന്നത് ടാർ റോഡാണ്. അതുപോലെ തന്നെ സൈഡിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് റോഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 350-400 മീറ്ററോളം ഫ്രണ്ടേജ് വരുന്നുണ്ട്. ഏത് ഭാഗത്തും സൺറൈസും കാര്യങ്ങളും കാണാം, അതുപോലെ തന്നെ വ്യൂ കാണാം. ഇവിടുന്ന് നേരെ ഡയറക്റ്റ് നമുക്ക് എൻട്രൻസ് ആണ്. നമുക്ക് ഈ പ്ലോട്ടിലേക്ക് നിരപ്പായിട്ട് തന്നെ പ്ലോട്ടിലേക്ക് കയറാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ കയറി പ്ലോട്ടിന്റെ എല്ലാ ഭാഗത്തേക്കും ആക്സസ് ഉണ്ട്. ഈ പോർഷനിലൂടെ ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു റോഡ് കൂടെ നമുക്ക് പ്രോപ്പർട്ടിന്റെ ടോപ്പ് വരെ പോകുന്ന രീതിയിൽ, അതായത് കാറടക്കമുള്ള എല്ലാ വാഹനങ്ങളും എത്തുന്ന രീതിയിലുള്ള ഒരു റോഡും കൂടെ നമുക്ക് ഓൾറെഡി ഈ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള വീടാണ് ഈ കാണുന്നത്. വലിയൊരു എക്സ്പെക്ടേഷനിൽ വലിയൊരു അടിപൊളി വീടല്ല, ചെറിയൊരു വീടാണ്. നമ്പർ ഉണ്ട്, കറണ്ട് ഉണ്ട്, വെള്ളം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീട് തന്നെയാണ്. ഇവിടെ ടാപ്പ്, അലക്കുന്ന കല്ല് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കിച്ചണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി വർക്കിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ പണിക്കാരുടെ നമുക്ക് കാട് വെട്ടാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ഇവിടുന്ന് മുകളിലേക്കാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്. ചക്കയായിട്ടും മാങ്ങയായിട്ടും എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കാണാം. നേരെ ഇറങ്ങി പോകുന്നത് തന്നെ റോഡിലേക്കാണ്. നമ്മുടെ ഈ വീട്ടിൽ നിന്ന് നേരെ റോഡ് നമുക്ക് കാണാൻ പറ്റും. ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തു നിന്നും റോഡ് കാണാൻ പറ്റും. എന്നാലും റോഡിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് അത്ര വലിയൊരു വിസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ വരുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിന്റെ മിഡിൽ പോർഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ പോലും കക്കയം ഡാം റിസർവോറിന്റെ വ്യൂ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ റോഡ് ഫ്രണ്ടേജ് പറയുകയാണെങ്കിൽ ഇവിടുന്നൊക്കെ റോഡ് കാണാം. ഏകദേശം 350-400 മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. അധികം ചെരിവില്ല, എന്നാൽ ആവശ്യത്തിന് തട്ടാക്കി കയ്യാലകളായിട്ട് തിരിച്ചിട്ടുള്ള ഒരു പ്ലോട്ടാണ്. ഭയങ്കര ഓവർ കുത്തനെ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ പ്ലോട്ട് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കയ്യാലകളായിട്ട് അതിൽ നമുക്ക് കവുങ്ങും അതുപോലത്തെ വിളവുകൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രോപ്പർട്ടിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഏത് വാഹനത്തിനും ആക്സസ് ഉള്ള റോഡ് ഫെസിലിറ്റിയാണ് ഈ കാണുന്നത്. പിന്നെ പ്രോപ്പർട്ടിയിൽ പ്രധാനമായിട്ടുള്ള വിളയാണ് കൊക്കോ. അതുപോലെ തന്നെ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ ഉണ്ട്. റബ്ബർ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഈൽഡുള്ള റബ്ബർ തന്നെയാണ്. നോക്കിയാൽ ചിരട്ട ഫുള്ളായിട്ട് പാലുണ്ട്. അത്യാവശ്യം നല്ല ഈൽഡുള്ള കൊക്കോയും അതുപോലെ കുരുമുളക്, റബ്ബർ, തെങ്ങ്, അതുപോലത്തെ എല്ലാ വിളകളും 2 ജാതി ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നല്ല വളക്കൂറുള്ള മണ്ണാണ്. അധികം നോട്ടല്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ഈൽഡ് നോക്കിക്കഴിഞ്ഞാൽ കിടിലനായിട്ട് വളരുന്ന ഒരു സംഭവം തന്നെയാണ് നമുക്കുള്ളത്. ഈ റോഡ് ടോപ്പ് വരെ ഉണ്ട് എന്നുള്ളതാണ് ഈ പ്ലോട്ടിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. നമ്മുടെ ഈ പ്രോപ്പർട്ടിന്റെ ഏറ്റവും ടോപ്പ് പോർഷനാണ്. ഈ ടോപ്പ് പോർഷൻ വരെ എല്ലാ വാഹനങ്ങൾക്കും ആക്സസ് ഉള്ള റോഡ് ഫെസിലിറ്റി ഉണ്ട്. ടോപ്പിൽ പ്ലെയിൻ ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ടോപ്പിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ആ കാണുന്ന നമ്മുടെ കക്കയം ഡാം റിസർവോയറിന്റെ അടിപൊളി വ്യൂ. ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഡാം റിസർവോയറിന്റെ അടിപൊളി വ്യൂ ആണ്. ഇവിടെ നമുക്കൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടൊരു റിസോർട്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ഇനി അതല്ല, ഒരു ഇൻഫിനിറ്റി പൂളോ സെറ്റ് ചെയ്യുകയാണെങ്കിലും വളരെ മനോഹരമായിരിക്കും. കാരണം ഡാം റിസർവോറിന്റെ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റും. ഇനി അതല്ല, ഈ ഒരു പ്ലോട്ടിൽ നിന്ന് ഈ കുറച്ച് മരങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ സൺറൈസിന്റെ ഒക്കെ ഇൻഫിനിറ്റി ആയിട്ടുള്ള വ്യൂ കിട്ടും. മുകളിലൊക്കെ നമുക്ക് ഹട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഏത് പോർഷനിലും ഹട്ടോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം പ്രൈവസി ഉള്ള അടിപൊളി സ്പോട്ടാണ്. പിന്നെ മരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എല്ലാ സമയത്തും ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു സൈഡ് എന്താണ് ഓപ്പൺ സ്പേസ് ആണ്. ആ കിഴക്ക് ഭാഗത്തു നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. എപ്പോഴും മരങ്ങൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ടോപ്പ് വരെ റോഡുള്ള, വെള്ള സൗകര്യം കിട്ടുന്ന, കറണ്ട് സൗകര്യം കിട്ടുന്ന, കോഴിക്കോടിന്റെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള കോടയാൽ മൂടപ്പെടുന്ന ഈ ഒരു വയലട പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള വയലടയിൽ നിങ്ങൾക്ക് 1/2 ഏക്കർ മുതലുള്ള ഈ ഒരു സ്പോട്ട് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 1/2 1 1.5 ഇനി 2.5 ഏക്കർ വരെയുള്ള ഒരു സ്പോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ സ്പോട്ടിനുള്ള പ്രൈസാണ് സെന്റിന് വെറും 90,000 രൂപയാണ് ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന വില. മുറിച്ചും
അത് ഇനി ഒന്നിച്ചായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഒന്നിച്ചെടുക്കുന്നവർക്ക് നല്ലൊരു റീസണബിൾ പ്രൈസിന് നല്ല നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഓണറുടെ നമ്പറിൽ ബന്ധപ്പെടുക.